അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാനും കർത്താവിനെ സ്തുതിപ്പാനും ദൈവം ഈ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും ശേഷിപ്പിച്ചിരിക്കുന്ന ആയുഷ്യനും ആരോഗ്യത്തിനുമായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിനെ മഹത്വം കരയറ്റുകയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇതിൽ പങ്കുചേരുന്നവർക്കും ഈ ശബ്ദം വിവിധ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാ ബഹുമാന്യ ദൈവജനത്തിനും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. 51-ാമത്തെ സങ്കീർത്തനം ദൈവത്തിന്റെ സന്നിധിയിൽ പാടുവാൻ ഇടയായി. അപ്പോൾ തന്നെ ഇതിനു മുൻപുള്ള തത്വസന്ധയിലും 51-ാമത്തെ സങ്കീർത്തനമാണ് നാം പാടുവാൻ ഇടയായത്. അന്ന് അർപ്പിച്ച ശുശ്രൂഷയുടെ ദൈവവചന ചിന്തയുടെയും 2ാം ഭാഗം എന്നുള്ള നിലയിലാണ് ഇന്ന് ശുശ്രൂഷിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. 51-ാമത്തെ സങ്കീർത്തനത്തിലെ അതിൻ്റെ 12-ാമത്തെ വചനം ഒരാളെ ശബ്ദമുയർത്തി വായിക്കുവാൻ ആർപ്പിക്കുന്നു. 51-ാമത്തെ സങ്കീർത്തനം 12-ാമത്തെ വചനം. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ആ ഒരു ചിന്ത കഴിഞ്ഞ ആഴ്ച നാം പ്രത്യേകം ഓർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് കേട്ടവർക്കും കഴിഞ്ഞ ആഴ്ച പങ്കുചേർന്നവർക്കുമൊക്കെ അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു. റെസ്റ്റോർ ടു മീ ദ ജോയ് ഓഫ് യുവർ സാൽവേഷൻ. ശ്രദ്ധിക്കുക, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിന് നമ്മൾ തലക്കെട്ടായിട്ട് പറഞ്ഞത് നഷ്ടമായതൊക്കെ തിരികെ പ്രാപിക്കണം. നഷ്ടമായത് തിരികെ ലഭിക്കുവാനായിട്ട് ഇടയാണ്. അതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ചിന്തയും. അതേ ചിന്ത തന്നെ ഈ ആഴ്ചയും ആർപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എന്തൊക്കെയാണ് ജീവിതത്തിൽ നഷ്ടമായത്, അതിനെ മടക്കി പ്രാപിക്കുവാൻ ഇന്നത്തെ ഈ ചിന്ത ഇടയാക്കണം. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. ഇവിടെ രക്ഷയുടെ സന്തോഷമാണ് നഷ്ടപ്പെട്ടു പോയതായിട്ട് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സന്തോഷം എന്താണ് നഷ്ടപ്പെട്ടതെന്ന് പശ്ചാത്തലത്തിൽ നിന്നും അപ്പോൾ തന്നെ 4-ാമത്തെ വാക്യത്തിൽ നിന്നും ഞാൻ അത്യാവശ്യമൊന്ന് ഓർപ്പിച്ചു. അത് നമ്മുടെ സഭയുടെ ചാനലിൽ ആ മെസ്സേജ് കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് അതേ മെസ്സേജ് വീണ്ടും കേൾക്കാവുന്നതാണ്. തന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി, അത് തിരികെ ലഭിക്കുവാനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദാവീദ്. എന്താണ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനൊരു നിർവചനം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: മുൻപ് ഉണ്ടായിരുന്ന ഒന്ന് ഇപ്പോൾ ഇല്ലാതെ ആയിരിക്കുന്നു. എന്താണ് ഒന്ന് പറഞ്ഞാട്ടെ? മുൻപ് ഉണ്ടായിരുന്നു, മുൻപ് എന്റെ കയ്യില് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത്
നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതാണ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. എന്റെ കയ്യിലുള്ള ഒരു സാധനം പോയി. നമ്മൾ പറയാറുണ്ട്, എന്റെ പേഴ്സ് കളവ് പോയി, എന്റെ പേന കളവ് അല്ലെങ്കിൽ മോഷണം പോയി, എന്റെ ഇന്ന സാധനം നഷ്ടപ്പെട്ടു പോയി, എന്റെ ചില വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഞാൻ പോയ വഴിക്ക് കളഞ്ഞുപോയി. അതിന്റെ അർത്ഥം എനിക്ക് സ്വന്തമായിട്ടുള്ള ഒന്ന് ആയിരുന്നു. പക്ഷേ ആ സ്വന്തമായിട്ടുള്ള ഒന്ന് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. ആത്മീയ സന്തോഷം നഷ്ടപ്പെട്ട അനുഭവത്തിലേക്ക് മടക്കി വരുത്തുവാനാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. ആത്മീയ അർത്ഥം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നത്, മുൻപൊരാത്മീയ ബന്ധം എനിക്കുണ്ടായിരുന്നു, ആ ബന്ധത്തിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കപ്പെട്ടു പോയി. എന്താണ് അതിന്റെ ആത്മീയ അർത്ഥം? മുൻപ് എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു, എ ക്ലോസ് റിലേഷൻ വിത്ത് ഓൾമൈറ്റി ഗോഡ്. ഒരു പിരിയാത്ത ബന്ധം ആരുമായിട്ടുണ്ടായിരുന്നു? സർവശക്തനായ ദൈവത്തോട് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയോ കാരണത്താൽ there is something happened, എന്തൊക്കെയോ സംഭവിച്ചു. തന്നിമിത്തമായിട്ട് ആ ആത്മീക ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്തു? വിച്ഛേദിക്കപ്പെട്ടു പോയി, നഷ്ടമായി പോയി. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? ആ ആത്മീക ബന്ധം നഷ്ടപ്പെട്ടു പോയി, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. ദൈവിക ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കെനിക്ക് പറയണം. നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. We have a redeemer. നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. എന്താ വീണ്ടെടുപ്പുകാരന്റെ പ്രത്യേകത എന്നറിയാമോ? എന്താ വീണ്ടെടുപ്പുകാരന്റെ പ്രത്യേകത? ഒന്ന്, redeemer should be nearest kin എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായിരിക്കണം. ന്യൂട്ടന്റെ പുസ്തകം 2-1 വചനമാണ് ഞാൻ ഇവിടെ ഓർപ്പിച്ചത്. വീണ്ടെടുപ്പുകാരൻ ആരായിരിക്കണം? ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായിരിക്കണം, നിയറസ്റ്റ് കിൻ ആയിരിക്കണം. രണ്ടാമത് റെഡീമർക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകത, റെഡീമർ ഷുഡ് ബി റിച്ച് ഇനഫ്. റെഡീമർ ആരായിരിക്കണം? വീണ്ടെടുപ്പുകാരൻ ധനവാനായിരിക്കണം. അതും രൂത്തിന്റെ പുസ്തകം 2-1 വചനത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു. മൂന്നാമത് റെഡീമർക്കുണ്ടായിരിക്കേണ്ട ഗുണം അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ, റെഡീമർ ഷുഡ് ബി വില്ലിംഗ് ടു റെഡീം എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുക്കുവാൻ മനസ്സുണ്ടാകണം, അതിന് താല്പര്യപ്പെടണം. എത്ര പേര് ആമേൻ പറയും? യുവത്തിന്റെ പുസ്തകത്തിലെ വീണ്ടെടുപ്പുകാരനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, വീണ്ടെടുക്കാൻ എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയൊരു ബന്ധത്തിലേക്ക് അവിടെ ബോവസും യൂത്തും തമ്മിൽ യൂത്തിന്റെ പുസ്തകത്തിൽ വരുന്നു. ഒരു വീണ്ടെടുപ്പുകാരനെ ലഭിക്കുന്നു. വീണ്ടെടുപ്പുകാരൻ മടി നിറയെ അല്ല, ഇനിയും പെറുക്കാൻ വേറെ വയലിലെങ്ങും പോകണ്ട എന്ന് പറഞ്ഞ് അതേ കച്ചക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് വലിച്ചിട്ട് കൊടുക്കുന്നു. തീർന്നില്ല, മടി നിറയുവോളം അളന്ന് കൊടുക്കുന്നു. മനസ്സോടെ വീണ്ടെടുത്ത് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇന്നലെ വരെ മോവാബുകാരിയായിരിക്കുന്ന, ദാരിദ്ര്യം നിറഞ്ഞിരിക്കുന്ന, ശപിക്കപ്പെട്ട അനുഭവത്തിൽ കിടക്കുന്ന മോവാബിന്റെ അനുഭവം ഉണ്ടായിരുന്ന രൂത്ത് ഇപ്പോൾ ആരായിരിക്കുന്നു? ഒരു വീണ്ടെടുപ്പുകാരന്റെ ഉടമസ്ഥ
ഉടമസ്ഥൻ ആയി തീർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഉടമസ്ഥയായി തീർന്നിരിക്കുന്നു, സ്വന്തമായി തീർന്നിരിക്കുന്നു. വീണ്ടെടുപ്പുകാരന്റെ സ്വന്തമായി തീർന്നിരിക്കുന്നു. ബാവസ് ചേർത്ത് പിടിക്കുന്നു. ഇത് തന്നെയാണ് യേശുക്രിസ്തുവിലൂടെ നമുക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്. യേശുക്രിസ്തു നമ്മെ ചേർത്ത് പിടിക്കുവാനായി ഇടയായി തീർന്നു. He was willing to redeem. നമ്മെ രക്ഷിപ്പാൻ യേശു തയ്യാറായിരുന്നു. അവിടുന്ന് ധനികനാണ്. ധനവും മാനവും പുരാതന സമ്പത്തും ആരുടെ പക്കലുണ്ട്? നമ്മുടെ കർത്താവിന്റെ പക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ട് മാറി, ചർച്ചക്കാരനായിട്ട് മാറി. ഹല്ലേലൂയ. എങ്ങനെ? യേശുക്രിസ്തുവിനുള്ള വീണ്ടെടുപ്പ് നിമിത്തമായി നമുക്ക് ഏത് പദവിയാണ് ലഭിച്ചത്? സൺഷിപ്പ് എന്നുള്ള പദവി ലഭിക്കാനിടയായിട്ട് കർത്താവിന്റെ മക്കൾ എന്നുള്ള പദവി. അടുത്തത് അബ്ബ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ ലഭിക്കുവാനിടയായിട്ട്. എത്ര പേര് ആമേൻ പറയും? എന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ മുഖവര ദൈവമക്കൾ കുറിച്ചു വെക്കുക. യേശുക്രിസ്തുവിലൂടെയുള്ള ബന്ധത്തിൽ നമുക്കൊരു വലിയ പദവിയും ഒരു വലിയ ബന്ധവും സ്ഥാപിക്കാനിടയായി തോന്നുന്നു. ശാസ്ത്രജ്ഞനും മുൻ ഇന്ത്യൻ പ്രസിഡന്റുമൊക്കെയായിരുന്ന അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഇങ്ങനെയുണ്ട്: വൈദ്യുതി ഏറ്റവും നല്ലതാണ്, വൈദ്യുതി കണക്ഷൻ ഏറ്റവും നല്ലതാണ്. പക്ഷേ ശരിയാം വണ്ണം അത് കണക്ഷൻ കൊടുത്തില്ലെങ്കിൽ അത് വലിയ അപകടം, വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി തീരും. ഞാൻ പറയുന്ന മനസ്സിലാകുന്നു? വൈദ്യുതി നല്ലതാണ്, പക്ഷെ അതിന്റെ കണക്ഷൻ എങ്ങനെയാകണം? ശരിയാം വണ്ണമായിരിക്കണം അതിന്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, പോസിറ്റീവും കൂടാണോ കൊടുക്കുന്നത്, അതോ പോസിറ്റീവും നെഗറ്റീവും കൂടാണോ കണക്ഷൻ കൊടുക്കുന്നത്? എങ്ങനെയാണ്? അയ്യോ, എങ്ങനെ ദൈവമക്കളെ? ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയാ കൊടുക്കുന്നത്? പോസിറ്റീവിൽ നിന്ന് ഏതിലേക്കാ കൊടുക്കുന്നത്? ഏതിലേക്കാ കുഞ്ഞാ കൊടുക്കുന്നത്? പോസിറ്റീവ് പോളിൽ നിന്ന് പോസിറ്റീവ് പോളിലേക്ക് മാത്രമാണ് കണക്ഷൻ കൊടുക്കുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. പോസിറ്റീവും നെഗറ്റീവും കൂടെ കൊടുത്താൽ എന്ത് സംഭവിക്കും? കൂടുതലൊന്നും സംഭവിക്കത്തില്ല. ഒരു ശബ്ദമൊക്കെ മിക്കവാറും കേൾക്കത്തുള്ളൂ. മനസ്സിലായെങ്കിൽ ഇപ്പൊ എത്ര പേർക്ക് മനസ്സിലായി? രണ്ട് പോളുകളുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, പ്ലസും മൈനസും ഉണ്ട്. കണക്ഷൻ കൊടുക്കുമ്പോൾ എങ്ങനെ മണിയാ കൊടുക്കുന്നത്? പോസിറ്റീവ് വയറിൽ നിന്ന് പോസിറ്റീവ് വയലോട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ പോസിറ്റീവ് നെഗറ്റീവും കൂടെ കൂട്ടിപ്പിരിച്ചു കൊടുത്താലോ? ബന്ധങ്ങൾ റോങ് ആയാൽ അപകടമാണ്. ബന്ധങ്ങൾ റോങ് ആയാൽ അപകടമാണ്. ശരിയാവണ്ണമുള്ള കണക്ഷൻ അല്ലെങ്കിൽ അത് വലിയ അപകടമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് മകൻ ഞാൻ വിളിച്ചു പറയട്ടെ, നമുക്കുള്ള ബന്ധമെന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവുമായിട്ടാണ്. ആ ബന്ധങ്ങൾ ശരിയാകണം. ആ ബന്ധങ്ങൾ ശരിയായ ബന്ധങ്ങളാകണം, കൃത്യമായ ബന്ധമാകണം. തുറന്ന് സംസാരിക്കുന്ന ഒരു ബന്ധം, അടുത്തിരിക്കുന്ന ഒരു ബന്ധം, ഒരു സ്നേഹിതനായ ബന്ധം, ചർച്ചക്കാരനായ ബന്ധം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ബന്ധമാണ് നമ്മെ നിലനിർത്തുന്നത്. ഇനിയും ശ്രദ്ധിക്കൂ,
നഷ്ടപ്പെട്ടു പോയത് എന്താ? ബന്ധം നഷ്ടപ്പെട്ടു പോയി. മോനെ, ഫാനൊന്ന് നിർത്തിക്കേ, ഒരു ഫാന്. ശ്രദ്ധിക്കൂ, നല്ല സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരുന്നൊരു ഫാനാണ്. ആ ഫാന് അതിന്റെ കറക്കങ്ങൾ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ ഇപ്പോൾ അത് കറങ്ങുന്നില്ല. അതിന്റെ അർത്ഥം ആ ഫാനിന്റെ അതിന്റെ പോസിറ്റീവ് പോളുണ്ട്. ആ പോസിറ്റീവ് പോൾ വന്ന് നേരെ സ്വിച്ച് ബോർഡിലേക്കാണ് വരുന്നത്. സ്വിച്ചിൽ അതിന്റെ പോസിറ്റീവ് പോളാണ് വരുന്നത്. അതിലൊരു വയറ് നേരെ സ്വിച്ചിലോട്ടാണ് വരുന്നത്. അതിന്റെ മുകളിലാണ് ആ പോസിറ്റീവ് പോൾ സ്വിച്ചിന്റെ മേളിൽ കൊടുക്കുന്നത്. അതിന്റെ താഴത്തെ ലൈനിൽ മുഴുവൻ ഫേസ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. സ്വിച്ചിന്റെ താഴെ മുഴുവൻ സ്വിച്ച് ഇടുമ്പോൾ ആ താഴത്തെ ലൈനിൽ മുകളിലത്തേക്ക് ഇവിടെ വരികയാണ്. ന്യൂട്രൽ ഇടയ്ക്ക് വന്ന് ആ ജംഗ്ഷനിൽ നിന്നൊക്കെ കോമൺ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ കണക്ഷൻ കൊടുക്കുന്നത്, അതാ ശരിയായ കണക്ഷൻ. എന്നാൽ ഇപ്പോൾ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഈ കണക്ഷൻ എവിടെ വരെ ബന്ധമുണ്ടെന്നറിയാമോ? ആ പോസ്റ്റ് വരെയുണ്ട്, അല്ലേ? അല്ല. അപ്പുറത്തെ ട്രാൻസ്ഫോമർ വരെയുണ്ട്, ഇല്ലേ? അല്ല. ഇത് എവിടുന്നാ വന്നിരിക്കുന്ന മൂലമറ്റമാണോ എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല. ഇത് എവിടുന്നാണ് ഈ പവർ സപ്ലൈ വന്നിരിക്കുന്നത്? അവിടെ വരെ എന്ത് ചെയ്തിരിക്കുക? ഓ, ഇന്ന് പകൽ എത്ര പേര് മനസ്സിലാക്കുന്നു? ഇതാണ് ബന്ധമെന്ന് പറയുന്നത്. എവിടെയാ ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്? എവിടെയാ ബന്ധം നഷ്ടമായത്? അതിലേക്കും അടങ്ങി വരട്ടെ. ഇപ്പോൾ ഈ ഫാനിന്റെ ബന്ധം ഇവിടെ നഷ്ടപ്പെട്ടെങ്കിൽ ആ പോസ്റ്റേന്ന് സർവീസ് വയർ ഊരി വിട്ടാൽ ഈ ഹാളിലുള്ള മുഴുവൻ ബന്ധവും ചെയ്യും. ഇപ്പൊ ജനത്തിന് മനസ്സിലായെന്ന് തോന്നി എവിടാ നഷ്ടപ്പെട്ടതെന്നല്ലേ? എവിടാ നഷ്ടപ്പെട്ടത്? എത്ര പേർക്ക് മനസ്സിലാകുന്നു? എവിടെയാ ബന്ധം നഷ്ടപ്പെട്ടത്? വിച്ഛേദിക്കപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കുവാനുള്ള സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു. ഇന്ന് പകൽ നഷ്ടമായ ബന്ധം പുനഃസ്ഥാപിക്കുക. അതാതിന്റെ അർത്ഥം നഷ്ടമായ രക്ഷയുടെ അനുഭവത്തിലേക്ക്, സന്തോഷത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമേ. ഇനി എങ്ങനെയൊക്കെയാ കണക്ഷൻ പോകുന്നതെന്ന് അറിയണമല്ലോ. ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സംസാരിക്കുന്നു. ഈ സ്വിച്ച് നിർത്തിയാൽ പോകുന്നു, അത് കേടായെങ്കിൽ പോകുന്നു, ആ വയറിന് ലീക്ക് വന്നാൽ പോകുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സർവീസ് വരെ ഒരു പൂപ്പൽ പിടിച്ചാൽ മതി. നമ്മുടെ ഇലക്ട്രീഷ്യന്മാരോട് ഒക്കെ പറയും, അതെ ഡബിൾ ഫേസാ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടറ്റത്തും എന്താ കാണിക്കുന്നത്? ഫേസ് ലൈനാ കാണിക്കുന്നത്, ന്യൂട്രൽ ഇല്ല. ഉടനെ ലൈമാൻ വന്നെങ്കിൽ പോർച്ചെ കയറി അതെല്ലാം ഒന്ന് തൂത്ത് റെഡിയാക്കി സർവീസ് വയറിന്റെ അറ്റം കണ്ടിച്ച് വീണ്ടും കണക്ഷൻ കൊടുക്കുമ്പോൾ ഓക്കെ. അപ്പൊ എവിടെ പൂപ്പല് പിടിച്ചോ എന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഓ, ഒന്ന് വാഷ് ചെയ്യുക, ഒന്നൊരുക്കപ്പെടുക, റീകണക്ട് ചെയ്യുക. ഇന്ന് പകൽ നഷ്ടമായ അനുഭവങ്ങളെ മുഴുവൻ മടക്കിയെടുക്കണം. നഷ്ടമായ അനുഭവങ്ങളെ മുഴുവൻ തിരിച്ചെടുക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം. ഇനി ഇങ്ങനെ തിരുവെഴുത്തിൽ അനേക ബന്ധങ്ങൾ നഷ്ടമായി എന്ന് കരുതി വേദനിച്ച അനേക അനുഭവങ്ങളെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിലൊന്ന് ഞാൻ സമയപരിമിതിയിൽ ഓർപ്പിക്കാൻ ആഗ്രഹിച്ച അളവിൽ ഇന്നും അത് ശുശ്രൂഷിപ്പാൻ സമയങ്ങൾ ലഭിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 42-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 42-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വചനം മുതൽ ഒന്നേ വായിക്കണമേ, അല്ലെങ്കിൽ 36-ാമത്തെ വചനം. ഉൽപ്പത്തി 42-ന്റെ 36.
സകലവും എനിക്ക് പ്രതികൂലമായിരിക്കുന്നു. ഞാൻ ആ വാക്ക് കടമെടുക്കുന്ന എന്തിനാണെന്നറിയാമോ? ദുഃഖിച്ചിരിക്കുന്ന ഒരു പിതാവ്, പിതാവിന് എന്ത് നഷ്ടമായി? പിതാവിന് എന്ത് നഷ്ടമായെന്ന് അവിടെ പറയുന്നേ? യോസേഫ് എനിക്ക് നഷ്ടമായി. ശ്രദ്ധിച്ചേ, യോസേഫ് എനിക്ക് നഷ്ടമായി. ഇപ്പോൾ എന്തുകൂടെ പോകുന്നു? ഓ ജീസസ്. ഇപ്പോൾ അടുത്ത മകനും കൂടെ എന്താണ് നഷ്ടമാവുകയാണ്. ഒരു പിതാവ് എന്ന് പറയുകയാണ്, സകലവും എനിക്ക് നഷ്ടമായി. ഞാൻ ആ ഭാഗത്ത് നിന്ന് ദൈവമക്കളെ ഓർപ്പിക്കുന്ന ഒരു ചിന്ത, ആകുല ചിന്ത ആവശ്യമില്ലാതെ വന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ബോധ്യത്തിൽ ഇരിക്കുന്നവർ ഇതിനകത്തുണ്ട്. ഈ ശബ്ദം കേൾക്കുന്നവരിലുണ്ട്. ടെൻഷനാ, നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത, എല്ലാം പോയെന്നുള്ള ചിന്ത, സകലവും പ്രതികൂലമായെന്നുള്ള ചിന്ത. ഹല്ലേലൂയ. ഇപ്പോൾ യാക്കോബിനോട് ചോദിച്ചാൽ പറയും, സകലവും എനിക്ക് പ്രതികൂലമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് മനഃപൂർവ്വമായി ഒന്ന് ചോദിക്കട്ടെ, യാക്കോബിന് എന്തെങ്കിലും പ്രതികൂലമായിട്ട് പോയോ? പറ. യോസേഫ് മരിച്ചോ? ഇല്ല. പക്ഷെ തന്റെ അറിവെങ്ങനാ? എന്നേക്കുമായി യോസേഫ് നഷ്ടപ്പെട്ടു. തെളിവെന്തോ ഉണ്ട്? തെളിവെന്തോ ഉണ്ട്? കടിച്ചു കീറിയ അങ്കിയൊക്കെ തെളിവുണ്ട്. ചോര പുരണ്ട അങ്കിയുണ്ട്, ഇല്ലേ? സഹോദരന്മാർ ചതിച്ചു. ദുഃഖിച്ചിരിക്കുന്ന ഈ ഒരു പിതാവിനെ ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടിയിട്ട് ഇങ്ങനെ ഞാൻ വിളിച്ചു പറയട്ടെ, ആ പിതാവിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, മകൻ നഷ്ടപ്പെട്ടിട്ടില്ല. സ്തോത്രം, സ്തോത്രം. പക്ഷേ ഉള്ളിൽ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക, മകൻ നഷ്ടപ്പെട്ടു പോയി, ഇനി എനിക്ക് തിരിച്ച് കിട്ടത്തില്ല. കാരണം എത്രയോ വർഷങ്ങളായി എൻ്റെ മോൻ എന്ത് ചെയ്തിരിക്കുകയാണ്. പക്ഷെ മോൻ എവിടെയാണ്? മോൻ എവിടെയാണ്? ഇതാ മിസ്രൈമിൽ അവിടുത്തെ രാജാവിൻ്റെ രണ്ടാമനായിട്ട്, അവിടെ മന്ത്രിയായിട്ട് ധാന്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ അപ്പൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാം? എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം എനിക്ക് പോയി, ഇനി എന്റെ ജീവിതത്തിൽ പ്രതീക്ഷയില്ല. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം. ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, ജീവിതത്തിൽ പ്രതീക്ഷയില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ, ആകുല ചിന്ത നിമിത്തമുള്ള സകല വിധമാകുന്ന എല്ലാ ദോഷ ചിന്തകളെ ഇന്ന് പകൽ ബ്രേക്ക്, സംശയങ്ങളിട്ട്, ആകുല ചിന്തകളിട്ട് ഭാരപ്പെട്ട് നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടല്ലോ. നഷ്ടമായി പോയോ? ഇല്ലെന്നേ, നഷ്ടമായി പോയില്ല. അത് നിന്നെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നതാണ് നഷ്ടമായെന്ന്. നഷ്ടമായി പോയിട്ടില്ല. പക്ഷെ ഹൃദയം പൊടിയുകയാണ്, ഹൃദയം വേദനപ്പെടുകയാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞ ആത്മീക ബന്ധം ശരിയാണെങ്കിൽ, ആത്മീക ബന്ധം കറക്റ്റ് ആണെങ്കിൽ, നഷ്ടപ്പെട്ട ആത്മീക അതെ ആ സാന്നിധ്യത്തിലേക്ക്, ദൈവകൃപയിലേക്ക് നീ മടങ്ങി വന്നാൽ, നിന്റെ നഷ്ടപ്പെട്ടിട്ടില്ല, നിന്റെ തലമുറ നഷ്ടപ്പെട്ടിട്ടില്ല, നിന്റെ വാഗ്ദത്തം നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ കേട്ട സാക്ഷ്യ നിമിത്തം പറയുന്നത് എന്താണ്? എന്റെ ഇഷ്ടപുത്രനായ യോസേഫ് എനിക്ക് എന്നേ പോയി, ഇപ്പോൾ അടുത്തത് പോകാൻ പോകുന്നു. നിങ്ങൾ എന്നെ ഇത്ര വേദനിപ്പിക്കുകയാണോ? ഇല്ല. ഇന്ന് പകൽ ദൈവാത്മ നിയോഗത്തെ ഞാൻ വിളിച്ചു പറയട്ടെ, നഷ്ടമായി പോയിട്ടില്ല, നഷ്ടമായി പോയിട്ടില്ല. ഹല്ലേലൂയ. കടിച്ചു കയറി പോയിട്ടില്ല, ചെന്നായ്ക്കൾ കടിച്ചു കയറി കളഞ്ഞിട്ടില്ല. ഉന്നത പദവിയിലേക്ക് അടുത്തിയൊരു തലത്തിൽ
പിതാവിവിടെ ദുഃഖിച്ചിരിക്കുമ്പോൾ മറുഭാഗത്ത് ഉന്നതമായ പദവിയിൽ ഇരുത്തുവാൻ ദൈവം പദ്ധതികളെ ഒരുക്കിയെങ്കിൽ ഇന്നും പിതാവ് ധരിച്ചിരിക്കുന്നത് പോയെന്നല്ലേ? ഇതുപോലെയാ പലപ്പോഴും ഞാനും നിങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ ദുഃഖത്തോടെ ഭാരത്തോടെ ആയിരിക്കുമ്പോൾ സ്വർഗമൊരുക്കുന്ന ക്രമീകരണങ്ങളെ ഓർത്ത്, അപ്പുറത്ത് സ്വർഗമൊരുക്കുന്ന മാന്യതകളെ ഓർത്ത്, അപ്പുറത്ത് സ്വർഗം പ്രവർത്തിക്കുന്ന പ്രവർത്തികളെ ഓർത്ത് ഇന്ന് പകൽ ആത്മാവിൽ ഒന്ന് കരം തട്ടി വിശ്വാസത്തോടെ സ്തുതിക്കുവാൻ എത്ര പേർക്ക് ഇന്ന് പകൽ കഴിയുന്നു? കരങ്ങളെ ഒന്ന് തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്ത ദൈവമക്കളെ, അല്ലേ നഷ്ടമായി പോയിട്ടില്ല കേട്ടോ, നഷ്ടമായി പോയിട്ടില്ല. ആകുല ചിന്തയാ പോയത്, ആകുല ചിന്തയാ മനസ്സിലെ ഭാരമാ. മാറ്റിക്കളാതിനെ ബന്ധങ്ങൾ മുറിച്ച്, കുടുംബ ബന്ധങ്ങൾ മുറിച്ച്, ദൈവത്തോടുള്ള ബന്ധങ്ങൾ മുറിച്ച് അരക്കിട്ട് ഉറപ്പിക്കൽ. നഷ്ടമായത് തിരികെ പ്രാപിക്കൽ, നഷ്ടമായത് തിരികെ പ്രാപിക്കൽ. എത്ര പേര് അതിന് തയ്യാറാകുന്നു? നഷ്ടമായത് തിരികെ പ്രാപിക്കുവാനായിട്ട് എത്ര പേര് അതിന് തയ്യാറാകുന്നു? ജീസസ് ഒരു നാണയം അല്ലെങ്കിൽ ഒരു സൂചി, കച്ചി എന്ന് പറഞ്ഞാൽ അറിയാമോ? കച്ചി കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലുകൾ കൊയ്തെടുത്തേച്ച് അതിന്റെ വേസ്റ്റായിട്ട് കന്നുകാലികൾക്കൊക്കെ ഉപയോഗത്തിനായിട്ട് വരുന്ന ആ കച്ചി കൂട്ടിയിട്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരു സൂചി കാണാതെ പോയെന്നിരിക്കട്ടെ, കച്ചിക്കകത്തൊരു സൂചി കാണാതെ പോയി. തപ്പിയെടുക്കാൻ കഴിയുമോ? തപ്പിയെടുക്കാൻ കഴിയുമോ? കഴിയുമോ? തപ്പിയെടുക്കാൻ കഴിയുമോ? കഴിയുമോ? നമുക്ക് വിലപ്പെട്ട ഒരു സൂചിയാണെന്നിരിക്കട്ടെ, ആ സൂചി എവിടെ പോയി? കച്ചിക്കൂട്ടത്തിനകത്ത് പോയി. സ്തോത്രം. പറ്റുമോ തപ്പിയെടുക്കാൻ? പറ്റുമോ? സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഏത് കച്ചിക്കൂട്ടത്തിനകത്ത് പോയാലും മാഗ്നറ്റ് അല്ലെങ്കിൽ കാന്തം എന്ന് പറയുന്ന സാധനം ഈ കച്ചിക്കൂട്ടത്തിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് എവിടെയാ പോയത് ആ പ്രദേശത്തോടൊക്കെ ഒന്ന് ഓടിച്ചോ, അല്ലെ കുറെ പരിധി കഴിയുമ്പോൾ നല്ലൊരു മാഗ്നറ്റ് കൊണ്ടുവന്നൊന്ന് ഇടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം കാണുവാൻ സാധിക്കും. ആ നഷ്ടപ്പെട്ടു പോയ സൂചി എന്ത് ചെയ്യും? ആ കാന്തത്തിലേക്ക് ചാടി വരുവാനായിട്ടിടയായിട്ട് എത്ര പേര് മനസ്സിലാക്കുന്നു? ജീസസ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി, ഉപേക്ഷിക്കപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുമ്പോൾ ആ നല്ല കാന്തമാകുന്ന, ആകർഷിക്കുവാൻ കഴിവുള്ള, ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ കഴിവുള്ള, ഇരുമ്പിനെ പിടിച്ചെടുക്കുവാൻ കഴിവുള്ള ആ മാഗ്നറ്റിനെ പോലെ നിന്റെ സമീപം നിൽക്കുന്ന യേശു ക്രിസ്തുവിലേക്കൊന്ന് ചേർന്ന് വരുവാൻ ഇന്ന് മകൻ തയ്യാറാകുമോ? യേശു ക്രിസ്തുവിലേക്കൊന്ന് അടുത്ത് വരുവാനായിട്ട് ഇന്ന് മകൻ തയ്യാറാകുമോ? ദൈവസഭയെ നഷ്ടമായതിലേക്കൊന്ന് മടങ്ങി വരാൻ തയ്യാറാകുമോ? നഷ്ടമായ രക്ഷയുടെ സന്തോഷത്തിലേക്കൊന്ന് തിരികെ വരുവാൻ തയ്യാറാകുമോ? മടങ്ങി തരുവാനായിട്ട് ദൈവം മതിയായവനാണ്. ദൈവസഭയുടെ ആത്മീയ വിശുദ്ധിയിലേക്കും ഞാൻ ഈ വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല, സമയങ്ങൾ അവസാനിച്ചല്ലോ. എങ്കിലും ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യേണ്ടത് ആവശ്യമാകയാൽ, നഷ്ടമായത് തിരികെ പ്രാപിക്കേണ്ടത് പറയേണ്ടത് ആവശ്യമാകയാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ. ഒരു കാന്തം കൊണ്ടുവന്നാൽ നഷ്ടപ്പെട്ട വിലപ്പെട്ട സൂചി എവിടെ വീണാലും അത് തപ്പിയെടുക്കാമെങ്കിൽ, ഗ്ലോറി, ഹല്ലേലൂയ, അതേത് സാഹചര്യത്തിൽ എവിടെ മറഞ്ഞിരുന്നാലും അത് തപ്പിയെടുക്കാമെങ്കിൽ, വേദനപ്പെട്ടിരുന്ന ഈ പിതാവിനെ പോലെ വേദനിച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യാക്കോബ് ദുഃഖിച്ചിരുന്നത് പോലെ ദുഃഖിച്ചിരിക്കുന്ന അനുഭവങ്ങളുണ്ട്.
എന്നാൽ ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങളിൽ ഇതിനൊരു പൂർത്തീകരണമുണ്ട്. ഞാൻ അത് പറഞ്ഞ് മെസ്സേജ് അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ ഒരാൾ ശബ്ദമുയർത്തി വായിക്കട്ടെ. അപ്പനായ യാക്കോബിന്റെ അടുക്കലെത്തി യോസഫ് ജീവനോടെ ഇരിക്കുന്നു, മിസ്രയീം ദേശത്തിനൊക്കെ അധിപതിയായിരിക്കുന്നു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി. അവൻ പറഞ്ഞത് വിശ്വസിച്ചതുമല്ല. അടുത്തത് അവർ അപ്പനായ യാക്കോബിനോട് പറഞ്ഞു, തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വരുവാനായിട്ടിടയായി തീർന്നു. The spirit of their father Jacob എങ്ങനെയാണോ revived, വീണ്ടും ഒരു ഉണർന്നു വരുവാനിടയായി തീർന്നു. പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ആത്മചൈതന്യം എന്ത് ചെയ്തു? The spirit of Jacob revived, ചൈതന്യപ്പെടുവാനിടയായി തീർന്നു. എങ്ങനെ സംഭവിച്ചു? നഷ്ടപ്പെട്ടു പോയി, സകലതും നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചിരുന്നപ്പോൾ ഇപ്പോൾ ഇതാ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറയാൻ ജീവിച്ചിരിക്കുന്നു. പോരാത്തതിനെ യോസഫ് അയച്ചു കൊടുത്ത രഥങ്ങളെയും കാണുന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കുമ്പോൾ ഇങ്ങനെ പറയട്ടെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു പോയി. അപ്പനും മകനും തമ്മിൽ ബന്ധമില്ലാതായി പോയി. യാക്കോബ് ചിന്തിച്ചു സകലതും പ്രതികൂലമാണ്. നമ്മൾ അങ്ങനെ പറയാറില്ലേ, കർത്താവേ എല്ലാം പ്രതികൂലമാണ്, ഒരു തരത്തിൽ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. വചനത്തിൽ വിശ്വസിക്കൂ, നിനക്കൊന്നും പ്രതികൂലമില്ല. നീ യേശുവിൽ വിശ്വസിക്കൂ, നിനക്കൊന്നും പ്രതികൂലമില്ല. അതുകൊണ്ട് എന്റെ സാക്ഷ്യങ്ങൾ ഞാൻ ആവർത്തിച്ചിവിടെ പലപ്പോഴും പറയാറുള്ളത്, എളിയവനും ദരിദ്രനും കഴിവില്ലാതിരിക്കുന്ന, അതെ, എന്നെ ദൈവം ഓർക്കുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, I know one thing, I don't know anything. അത് സോക്രട്ടീസിന്റെ ഒരു വാക്ക് കടമെടുത്താണ് ഞാൻ പറയാറുള്ളത്, I know one thing, I don't know anything. ഇന്ന് പകൽ നമ്മുടെ അറിവില്ലായ്മയെ അറിവുള്ളതാക്കി തീർക്കുവാൻ, നമ്മുടെ കഴിവില്ലായ്മയെ കഴിവുള്ളതാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും. നഷ്ടമായതിനെ തിരിച്ചു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എത്ര പേരത് വിശ്വസിച്ച് ആമേൻ പറയും? ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കൂ. കർത്താവിൽ നഷ്ടമായതെല്ലാം മടക്കി തരുവൂ. രക്ഷയുടെ സന്തോഷമായത്, ആകുല ചിന്തകൾ നിമിത്തം ഹൃദയത്തിൽ ഭാരപ്പെട്ടു പോയത്, വേദനപ്പെട്ടു പോയത്, നിരാശപ്പെട്ടു പോയത്, തകർന്നു പോയത്, ഭാവി അടഞ്ഞുപോയി എന്ന് ചിന്തിച്ചത്, എല്ലാം നഷ്ടമായെന്ന് ചിന്തിച്ചത്, കർത്താവെ പെട്ടെന്ന് അതേ ഒരു കച്ചിക്കകത്ത് വീണ, അല്ലെങ്കിൽ മണലിനകത്ത് പോയ, കളവ് പോയ ഒരാണിക്കഷണമോ അല്ല, നിങ്ങളുടെ വിലപ്പെട്ട ഒരു സൂചിയോ അല്ലെങ്കിൽ മറ്റു സാധനമോ ഒരു കാന്തം ഉപയോഗിക്കുമ്പോൾ ആകർഷിച്ച് പിടിക്കുന്നത് പോലെ ദൈവത്താലുള്ള ബന്ധത്താൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ചൈതന്യം വരട്ടെ. നിങ്ങളുടെ സ്പിരിറ്റിന് ചൈതന്യം വരട്ടെ, ആത്മാവിന് ചൈതന്യം വരട്ടെ, ആത്മാവിന് ചൈതന്യം വരട്ടെ, ആത്മാവിന് ഉണർവുണ്ടാകട്ടെ. കരങ്ങളെ തട്ടിയൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അല്പസമയങ്ങൾ ആത്മാവിൽ ഒന്ന് ബലപ്പെട്ട് നഷ്ടങ്ങൾ ലാഭമാകട്ടെ, നഷ്ടമായത് തിരികെ പ്രാപിക്കട്ടെ, ആത്മ ചൈതന്യം പ്രാപിക്കട്ടെ, വിടുതലുകൾ പ്രാപിക്കട്ടെ, ദൈവശക്തി പ്രാപിക്കട്ടെ. ഓ, സകലവും നഷ്ടപ്പെട്ടു പോയി, സാധ്യമല്ലെന്ന് പറയുമ്പോൾ ഇനി ആരോഗ്യം മടക്കി പ്രാപിക്കേ, ശക്തിയെ മടക്കി പ്രാപിക്കേ, യോഗശാന്തിയെ പ്രാപിക്കേ, ബലത്തെ പ്രാപിക്കേ. നഷ്ടമായത് എന്താണ്? തിരികെ പ്രാപിക്കേ, തിരികെ പ്രാപിക്കേ. Yes, 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 yes. Yes, yes, hallelujah. Back to the
peace. Back to the place of restoration. Back to the place of blessings. Back to the place of tears. കണ്ണുനീരിന്റെ അനുഭവത്തിലേക്ക് വാ. അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് വാ. യഥാസ്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് വാ. കരങ്ങളെ എത്തിപ്പിടിക്കും. കർത്താവേ, എന്നെ ഏൽപ്പിക്കും. സന്തോഷം എനിക്ക് മടക്കി തരണം. ഇന്ന് മടക്കി തരണമേ. ഇന്ന് മടക്കി തരണമേ. ദൈവശക്തി പകരട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ. എന്റെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. നഷ്ടമായത് മടങ്ങി വാ. ഓ ജീസസ്, ഹല്ലേലൂയ. വിളിച്ചു പറയട്ടെ, യോസേഫ് ജീവിച്ചിരിക്കുന്നുവെന്ന് ചെവി കൊണ്ട് കേട്ടതുപോലെ, അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ ചൈതന്യം വന്നതുപോലെ കാതുകളെ മുഴങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്നവര് ഒരു പക്ഷെ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ പറയട്ടെ. സകലതും മടങ്ങിയോ യേശുവിന്റെ നാമത്തിൽ. Back to the place. Back to the place. Back to the place of peace. Yes. Back to the place of right connection. ശരിയായ ബന്ധത്തിലേക്ക് വാ. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു വിടുതലിന്റെ ആഴ്ചയാകട്ടെ. സൗഖ്യത്തിന്റെ നാളുകളാകട്ടെ. ദൈവപ്രവൃത്തിയുടെ നാളുകളാകട്ടെ. യേശുവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടും നാൾ. കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടും നാൾ. ശീഘ്രം വരുന്നെന്റെ കാന്തൻ വരുന്നെന്നിൽ ഉല്ലാസമായി ബഹുകാലം വാഴാൻ. ശീഘ്രം വരുന്നെന്റെ കാന്തൻ വരുന്നെന്നിൽ ഉല്ലാസമായി ബഹുകാലം വാഴാൻ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു.